ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം കേട്ടോ. ഇപ്പൊ പുറത്ത് നല്ല മഴ നടക്കുന്നതുകൊണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ രാത്രികാലം മുടി സംരക്ഷണം നമുക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പൊ ഞാനിത് കുറച്ച് നാളെന്നല്ല കുറച്ച് മാസങ്ങളായിട്ട് ഇതേപോലെ ചെയ്തു വരുവാണ് കേട്ടോ. കുറെ കാര്യങ്ങളൊന്നുമില്ല, ഒരു 4-5 ടിപ്സേ ഉള്ളൂ. അത് അതേപോലെ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയെന്ന് നോക്കിയാലോ. അപ്പൊ വീഡിയോ കാണുന്ന നിങ്ങൾ ഓർക്കും എനിക്ക് ഇതിന് മാത്രം മുടിയുണ്ടോ എന്ന്. എനിക്കിതാണ്ട് ഇത്രയേ ഉള്ളൂ, പനക്കൂന്തൽ പോലത്തെ മുടിയൊന്നുമില്ല. പക്ഷെ ഉള്ള മുടി എനിക്ക് നല്ല രീതിയിൽ ഞാൻ ഈ ടിപ്സ് ചെയ്യാൻ തുടങ്ങി. മുടി കൊഴിച്ചിലൊന്നും ഇല്ലാതെ മുടിയിൽ കാ പിടിക്കില്ല. എനിക്ക് വളരെ എന്നെ അലട്ടുന്ന ഒരു പ്രശ്നമായിരുന്നു, എൻ്റെ ഹെയറിൽ അലട്ടുന്ന ഒരു പ്രശ്നമായിരുന്നു മുടിയിൽ ഇങ്ങനെ ഒരു വെള്ളക്കാ പിടിക്കില്ല. അങ്ങനെയാണോ പറയുന്നത് എനിക്കറിയില്ല, ഞാൻ പറയുന്നത് അങ്ങനെ കേട്ടോ. മുടിയിൽ ഇങ്ങനെ ഒരു വെള്ള ഇതിൻ്റെ അറ്റത്ത് കൂടി ഇങ്ങനെ ഫുള്ള് മുടിയിൽ ഇങ്ങനെ വെള്ളക്കാ പോലെ വരുമായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു സംഭവം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ മുടിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. എന്താണ് ചകിരിനാര് പോലെ ഉള്ളൂ എങ്കിലും എൻ്റെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറി. അതേപോലെ തന്നെ വെള്ളക്ക ആ പിടിക്കുന്ന സംഭവം അതൊക്കെ പൂർണ്ണമായിട്ട് മാറി കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാന്ന് നോക്കിയാലോ. നിസ്സാര കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനിയിപ്പം നമ്മൾ ഇതേപോലെ മുടി 2 പാർട്ടായിട്ട് എടുക്കണം കേട്ടോ. കൈകൊണ്ട് ഇതേപോലെ ചെടയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണേ. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണെങ്കിലും എന്നും നമ്മൾ ഇത് ചെയ്യുവോ? ഇല്ല. അപ്പൊ ഇതേപോലെ നന്നായി കൂടി കിടക്കുന്ന മുടിയൊക്കെ ഒന്ന് നേരെയാക്കി എടുക്കണേ. പിന്നെ എൻ്റെ തലയിലെ മുടി അങ്ങനെ ഒരു കട്ട പിടിച്ച മുടി അല്ലാത്തത് കൊണ്ട് തന്നെ വലിച്ചു പറിച്ച് എടുക്കുന്ന മാതിരി ചെയ്യേണ്ട കേട്ടോ. അതേസമയം ചുരുണ്ട മുടിയുള്ളവരൊക്കെ ആണെങ്കിൽ സാവധാനം കെട്ടുപിടിച്ച് കിടക്കുന്ന മുടിയൊക്കെ ഇതേപോലെ നേരെയാക്കി എടുക്കണം. പിന്നെ ഇതേ കെട്ടിപ്പിടിച്ച് കിടന്ന നമ്മുടെ മുടിയൊക്കെ ഇതേപോലെ ഇതാണ് നമ്മൾ നേരെയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇതേപോലെ ഒരു പല്ലകുന്ന ചീപ്പ് വേണം കേട്ടോ. ഇനിയിപ്പം ആ ചീർപ്പ് കൊണ്ട് നമ്മുടെ ഹെയർ ഒക്കെ ഒന്ന് നന്നായിട്ട് ചീവി എടുക്കാം കേട്ടോ. വലിച്ച് പറിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഒരു മയത്തിലങ്ങ് ചീവിയാൽ മതി കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഓർക്കും ഇതൊക്കെ എല്ലാവരും സ്ഥിരമായിട്ട് ചെയ്യുന്നതല്ലേ എന്ന്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്, ഇങ്ങനെയൊന്ന് ചെയ്തു നോക്ക്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് അങ്ങനെ ഇന്ന എണ്ണ വേണോ എന്നൊന്നുമില്ല. നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്ന എണ്ണ ഒരു 3 തുള്ളി കയ്യിലെടുത്ത്, അല്ലാതെ ആരും ഒരു ചുമട എണ്ണ എടുത്ത് തലയിലൊന്നും ഒഴിച്ചേക്കരുത് കേട്ടോ. നമ്മൾ രാവിലെ എണ്ണയൊക്കെ തേച്ച് കുളിയൊക്കെ കഴിഞ്ഞവരല്ലേ, അപ്പോൾ രാത്രിയിൽ ഇത്രയും ആവശ്യം വരുന്നുള്ളൂ. ഇനി ഇതേപോലെ കയ്യിലിട്ട് നല്ല പോലെ ചൂടാക്കി ഇതേപോലെ ചെറുതായി തലയുടെ ഓട്ടിലൊന്ന് തേച്ച് മസാജ് ചെയ്യുക. നമ്മുടെ തലയുടെ എല്ലാ ഭാഗത്തേക്കും കൈ ഇതേപോലെ ചെല്ലണം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് തലഭാഗം ഫുള്ളായിട്ട് നമ്മളിതാണ്ട് ഇതുപോലെ മസാജ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഏറെ നേരം എടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മസാജൊക്കെ ചെയ്യുന്നത് നമ്മുടെ സമയവും സന്ദർഭമൊക്കെ നോക്കി നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാണ്ട് ചീപ്പെടുത്തിട്ട് ഇതാണ്ട് കെട്ടിപ്പിടിച്ചെടുക്കുന്ന മുടികളൊക്കെ ഇനിയും ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് നേരെയൊക്കെ എടുക്കാവേ. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ മുടി ഇതുപോലെ മുന്നോട്ടിട്ടിട്ട് ഒന്ന് ചീവി എടുക്കണം കേട്ടോ. ചീപ്പ് തന്നെ വേണമെന്നില്ല, കൈ കൊണ്ടാണെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ മുടി നല്ല സേഫായിട്ട് കെട്ടിവെക്കണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പറയാനായിട്ട് ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ഹെയറിന് നല്ല ഇമ്പ്രൂവ്മെന്റ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതേ നമ്മുടെ മുടി ഇതേപോലെ നമുക്ക് കുറച്ച് മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാവേ. അപ്പൊ ഇങ്ങനെ മുടിയും കെട്ടി വെച്ച് പരിപാടി കഴിഞ്ഞെന്നും പറഞ്ഞ് പോയി അങ്ങോട്ട് കിടന്നേക്കല്ലോ കേട്ടോ. അപ്പൊ ഇനിയും നമുക്ക് പരിപാടി ഉണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ബനിയൻ ക്ലോത്ത് എടുക്കണം കേട്ടോ. ബനിയൻ എടുക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിച്ചോട്ടോ. നമ്മുടെ വീട്ടിൽ ആരും ഉപയോഗിക്കാത്ത ബനിയൻ വേണം കേട്ടോ എടുക്കാനായിട്ട്. പിന്നെ പുതിയ ആരുടെങ്കിലും ബനിയൻ എടുത്തെങ്കിൽ ഇനി അതിന്റെ പേരിലൊരു പ്രശ്നം വേണ്ടേ. അപ്പൊ നമ്മുടെ ഇതാണ്ട് ഹെയർ ഇതേപോലെ നന്നായിട്ട് കവർ ചെയ്തെടുക്കണേ. ഇനി ഈ ഒരു പരുവത്തിൽ നമ്മുടെ ഹെയറിനെ നല്ല സുരക്ഷിതമായിട്ട് നമുക്ക് ഇതുപോലെ കെട്ടിവെക്കാം കേട്ടോ. അപ്പൊ അവിടെ ഇവിടെ ആയിട്ടൊന്നും മുടിനാരുകളൊന്നും വേറെ കാണാനില്ല കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ കെട്ടിവെക്കണം. ഇനി ടൈറ്റ് ആയിട്ടില്ല എന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഇതാണ്ട് ഇതുപോലെ ഒരു കുടുക്കും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഉറപ്പാക്കി വെക്കാം കേട്ടോ. അപ്പം ഗൈസ്, ഇത്രയുള്ള കേട്ടോ പരിപാടി. ഞാൻ ഇതാണ്ട് നല്ല സിഗ്ഗാരെ പോലെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹെയർ നമ്മൾ നല്ല സുരക്ഷിതമായിട്ട് നല്ല ബനിയൻ ക്ലോത്ത് കൊണ്ട് ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അധികം ടൈറ്റ് വെക്കൊന്നും വേണ്ട, നമുക്ക് സേഫ്റ്റി എന്ന് തോന്നുന്ന രീതിക്ക് നല്ല രീതിയിൽ ഇതുപോലെ കെട്ടി വെക്കാം കേട്ടോ. അപ്പം അധികം പരിപാടി ഒന്നുമില്ല, വലിയ മെനക്കേടൊന്നുമില്ല. അപ്പം എനിക്ക് പണ്ട് മുതലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷം മുന്നേ ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. അതിൽ നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര പനക്കൂന്തൽ പോലത്തെ മുടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉള്ള മുടി എനിക്കിപ്പോൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, അത്യാവശ്യം വളരുന്നുണ്ട്. പൊതുവെ പറഞ്ഞു കേൾക്കുന്നതാണ് എന്ത് പാരമ്പര്യത്തിൽ കിട്ടുന്നതാണ് മുടി എന്നൊക്കെ. പക്ഷെ നമ്മൾ നമ്മുടെ മുടീനെ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുടി നഷ്ടപ്പെടും. അവിടെ പാരമ്പര്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ ഉള്ള മുടീനെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് തിരിച്ച് റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ ഈ ഒരു തരത്തിൽ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കണുണ്ടോ, ഈ കുളിച്ച് കഴിഞ്ഞിട്ട് മുടിയൊക്കെ നമ്മൾ നന്നായിട്ട് ഉണക്കി ഫാനിൻ്റെ ചോട്ടിലോ എങ്ങനെയാണെങ്കിലും നമ്മളത് ക്ലിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് മുടിക്കായ പിടിക്കും. മുടിക്കായ വന്നു പോയി കഴിഞ്ഞ് ഒരു മുടി നാര് അത് 2ആയി പിളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കണ്ട. പിന്നെ നമ്മൾ മാസത്തിലൊരിക്കൽ ഫുള്ള് മുറിച്ച് ദൂരെ കളഞ്ഞേക്കരുത്, കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇതുവരെ എന്നെ സഹിച്ച് നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.